പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം പുറപ്പാടിന്റെ പുസ്തകം 37 അധ്യായം 17 വാക്യം. മോശയ്ക്ക് ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദത്തമാണ്. മോശയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു മറ്റു മക്കൾക്ക് വേണ്ടി. മറ്റു മക്കൾ തിന്മ ചെയ്താണെങ്കിലും മോശയിലൂടെ കർത്താവ് അവർക്ക് നന്മയായി മാറുന്നത്. ആ വചനഭാഗമാണ്. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യം, മോശയോട് പറയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോൾ മോശയുടെ കർത്താവ് പറയാണ്, നീ ഇപ്പോൾ ആവശ്യപ്പെട്ട കാര്യമുണ്ടില്ല, നീ ചോദിച്ച കാര്യമില്ലേ, അതൊന്നും എനിക്ക് തരും. എന്നാൽ ദൈവം പറയുന്നു, എന്തുകൊണ്ടാണ്? നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇതാണ് പ്രിയമുള്ളവരെ, ദൈവമോശയോട് പറയാ, നിന്നെ എനിക്ക് ശരിക്കറിയാം, നമ്മൾ തമ്മിൽ ആഴമായ ബന്ധമുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ നിനക്കൊണ്ട് ചെയ്തു തരാം. ദൈവത്തിൻ്റെ വലിയ ശക്തമായ ഒരു ഇടപെടൽ നാം കാണുന്നത്. മോശ പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വരണം. തമ്പുരാൻ പറഞ്ഞു, ഞാൻ വരാം. എന്തുകൊണ്ടാ? ദൈവജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം തിന്മ ചെയ്തു. അവർ ചെയ്ത പ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല. നിന്നെ എനിക്കറിയാം, നീ ചോദിച്ചുകൊണ്ട്, നീ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. ഓർക്ക പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപ, ആഴമായ സൗഹൃദം, കൽപ്പനകളോടുള്ള ഉടമ്പടിയോടുള്ള വിശ്വസ്തത എന്നിവ എടുത്തു കാണിക്കുകയാണ് ഇവിടെ. ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ദൈവം കൂടെ വരുമെന്ന്, കൂടെ വരുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഇസ്രായേൽക്കാരുടെ അനുസരണക്കേട് ഉണ്ടായിരുന്നിട്ടും മോശയ്ക്ക് കൃപ ലഭിച്ചതിനാലും മോശയെ ദൈവത്തിന് നന്നായി അറിയുന്നതിനാലും ദൈവം തൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള മോശയുടെ അഭ്യർത്ഥന സ്വീകരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേലിനെ മറ്റു ജനതകളിൽ നിന്ന് വ്യത്യസ്തനാക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മോശയുടെ നന്മ, മോശയുമായി ദൈവമായിട്ടുണ്ടായ ആഴമായ ബന്ധം, മോശയ്ക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ദുശാഠ്യക്കാരായ ദൈവജനത്തിൻ്റെ പ്രവൃത്തി നോക്കാതെ നന്മയിൽ ജീവിച്ച വലിയ ദൈവപ്രീതി നേടിയ മോശയ്ക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം നേടിയെടുക്കാൻ സാധിച്ചു. പ്രിയമുള്ളവർ, നാം നിമിത്തമായിട്ട് മറ്റു മക്കൾക്ക് കൃപ സ്വീകരിക്കാൻ ഉപകരണമായി മാറും. ദൈവം നമ്മെ ഉയർത്തും. അങ്ങനെ ആഴമായ ബന്ധം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മിലൂടെ മറ്റു മക്കളെയും കർത്താവ് അനുഗ്രഹിക്കും. ഇവിടെ വചനം പറയുന്നുണ്ട്, ദുശാഠ്യക്കാരുടെ മക്കളാണ്, പക്ഷെ അവരെ ഒന്നും കർത്താവ് നോക്കുന്നില്ല. മോശ അതിനെക്കുറിച്ച് പരാതിയും അപ്പോൾ പറയുന്നുമില്ല. കർത്താവിൻ്റെ പറഞ്ഞു, ഞങ്ങൾ പോകണമെങ്കിൽ നീ കൂടെ വരണം. കർത്താവ് കൂടെ വന്നു. ദൂതനെ അയക്കാമെന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെ വരുമെന്നാ പറഞ്ഞത്. എങ്കിൽ പ്രിയമുള്ളവർ, ഇതാ ഈ വാഗ്ദത്ത പേടകം, നമ്മുടെ നിയോഗങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സമർപ്പിക്കണം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങ് തന്ന വാഗ്ദത്ത വചനത്തോർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. നിന്നോട് ആഴമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട്, നിനക്ക് പ്രീതികരമായി ജീവിച്ചുകൊണ്ട്, നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിക്കാനും മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുവാനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.